കോഴിക്കോട് മാവൂരിൽ പുലിയെ കണ്ടതായി ബൈക്ക് യാത്രക്കാരൻ. മാവൂർ ഇളമരം 8ാം ഗേറ്റിന് സമീപത്ത് മതിലിന് മുകളിൽ ഇന്നലെ രാത്രി 8:45 പുലിയെ കണ്ടത്. ഇന്നലെ രാത്രി ബൈക്ക് യാത്രക്കാരൻ പുലിയെ കണ്ടതായി പറയുന്ന മാവൂർ കൂളിയാട് റോഡിലാണ് ഞാനിപ്പോഴുള്ളത്. ഈ കാണുന്ന ഗ്രാസിംഗ് ഫാക്ടറിയുടെ വളപ്പിന് മുകളിൽ നിന്ന് അപ്പുറത്തെ ഭാഗത്തേക്ക് പുലി ചാടിയതായാണ് ബൈക്ക് യാത്രക്കാരൻ കണ്ടത്. അയാൾ പെരുവയൽ ഭാഗത്ത് നിന്ന് കൂളിമാട് ഭാഗത്തേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഏതാണ്ട് സമയം 8:45 ഈ കാണുന്ന ഗ്രാസിംഗ് കോമ്പൗണ്ടിലെ ഈ മതിലിന് മുകളിൽ നിന്ന് പുലി താഴെ റോഡിലേക്ക് ചാടി ഇവിടെ നിന്നും അപ്പുറത്ത് കാണുന്ന കോട്ടേഴ്സിന്റെ പറമ്പിലേക്ക് ആ മതിൽ ചാടിക്കടന്ന് പുലി പോയതായാണ് ബൈക്ക് യാത്രക്കാരൻ പറയുന്നത്. അയാൾ ഒറ്റയ്ക്കായിരുന്നു ആ സമയത്ത്. അപ്പോൾ തന്നെ അടുത്തുള്ള ഒരു കടയിൽ വിവരമറിയിച്ചു. ഉടൻ തന്നെ പഞ്ചായത്ത് അംഗവും മാവൂർ പോലീസും ഒക്കെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും പുലിയെ ഒന്നും കണ്ടില്ല. ഏതായാലും ഇന്നലെ രാത്രിയിൽ ഈ വിവരം അറിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ എത്തിയിരുന്നു. ഇതിന് രണ്ട് ഭാഗം വളരെ നിബിഡമായിട്ടുള്ള കാടുകളാണ്. അപ്പോൾ പഞ്ചായത്ത് ഇത് പലതവണ ഈ കാടുകൾ വെട്ടി ആളുകൾ ഭയാശങ്ക നിൽക്കാനുള്ള നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും ഗ്രാസിംഗ് മാനേജ്മെൻറ്റിൻ്റെ ഒരാൾ പോലും ഇവിടേക്ക് വന്നിട്ടില്ല. നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടും വന്നിട്ടില്ല. അപ്പോൾ ഇക്കാര്യത്തിൽ പഞ്ചായത്ത് അടിയന്തരമായിട്ട് അവർക്ക് നോട്ടീസ് കൊടുക്കും. ദുരന്ത നിവാരണ ആക്ട് അനുസരിച്ച് കാട് വെട്ടാൻ. പിന്നെ ഇളമരം പാലം വന്ന സമയത്ത് ഈ ഒരു 300 മീറ്റർ ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റ് ലൈനുള്ള തെരുവുകളൊക്കെ കത്തിക്കാനുള്ള സാധ്യത ഇല്ലാതാക്കി ഇലക്ട്രിക് പോസ്റ്റ് മുഴുവൻ എടുത്തു കളഞ്ഞു. അതിലും അടിയന്തരമായിട്ട് പറ്റുമെങ്കിൽ സോളാർ ലൈറ്റ് തന്നെ സ്ഥാപിച്ചുകൊണ്ട് നമ്മൾ ഇതിനെ നേരിടും. ജനങ്ങളെ ആ ഭയാശങ്ക മാറ്റുക എന്നുള്ളത് ഇവിടെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ എടുക്കേണ്ടത്. പുലി എത്തുകയാണെങ്കിൽ തന്നെ ചാലിയാർ കടന്നോ നിലമ്പൂർ കാടുകളിൽ നിന്നും മറ്റോ ഇങ്ങോട്ടേക്ക് എത്താനുള്ള ഒരു സാധ്യത കൂടിയാണ് പറയുന്നത്. ഏതായാലും രാത്രി കാലത്ത് ഇതിലൂടെ വിജനമായ ഒരു സ്ഥലം കൂടിയാണ്. സ്ട്രീറ്റ് ലൈറ്റുകളില്ല. അതുകൊണ്ട് തന്നെ കണ്ട ജീവി ഏതാണെന്ന് സ്ഥിരീകരിക്കുന്നത് വരെ ഇതിൽ കൂടെയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ശ്രദ്ധിക്കണം എന്നുകൂടെ പറയുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.